ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൽ നിന്ന് കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഇന്ന് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമുള്ള ഒന്നാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവിക സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ മാനുഷിക രീതികൾ കൊണ്ടാണ്. അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. കാരണം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വിശുദ്ധ വചനവും ദൈവത്തിൻ്റെ തിരുമനസ്സും ഒക്കെ അറിയാത്തതുകൊണ്ടാണ് തെറ്റുപറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ തിരുമനസ്സ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രവർത്തിക്കണം എന്ന് ശഠിക്കുന്ന ഒരു ശീലം. ആ ശീലം മാറ്റിയെടുത്താൽ നമ്മുടെ ആധ്യാത്മികത കുറച്ചുകൂടെ എളുപ്പമുള്ള ഒന്നായി തീരുമെന്ന് വിചാരിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക അവർക്ക് പ്രയാസമുള്ള ഒരു കാര്യമായി തോന്നിയതുകൊണ്ട് തങ്ങളുടെ യുക്തി വിചാരങ്ങൾക്ക് അവർ കീഴ്വഴങ്ങി എന്ന്. ദൈവത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, ദൈവം നമുക്ക് ഉത്തരം തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും, അല്ലേ? കർത്താവ് ഉത്തരം തരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കതിന് മനസ്സിലാത്തതുകൊണ്ട് സ്വയം നമ്മൾ തീരുമാനമെടുക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവമാകുന്നു, അല്ലേ? ആ പ്രശ്നങ്ങൾ നമ്മൾ പലതും നമ്മുടെ സൃഷ്ടിയായി മാറുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, അബ്രഹാത്തോട് ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് നിറവേറുന്നത്. യാക്കോബിനോട് ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിറവേറുന്നത്. ഇങ്ങനെ ഓരോരുത്തരും എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, മാതാവിനോട് പറഞ്ഞ വാഗ്ദാനം തന്നെ ജീവിതകാലത്ത് മാതാവ് അത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യനായി 2 കാലയിലൂടെ നടന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടോ? പലപ്പോഴും അതില്ല എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രസക്തി എന്താണ്, അതെങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. അതിൻ്റെ കാരണം നമുക്കറിയാം, ദൈവം നമ്മളോടൊരു വാഗ്ദാനം പറഞ്ഞു. ആ വാഗ്ദാനം പോലെ അല്ല നമ്മുടെ ജീവിതം. ദൈവം നമ്മളോട് വാഗ്ദാനം പറഞ്ഞു, ആ വാഗ്ദാനം പോലെ അല്ല നമ്മുടെ സാഹചര്യവും. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം പ്രത്യക്ഷത്തിൽ അത് നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ സാഹചര്യം അതിന് നേരെ വിപരീതമാണ്, അല്ലേ? ദൈവം പറഞ്ഞ വാഗ്ദാനത്തിന് നേരെ വിപരീതമാണ് നമ്മുടെ സാഹചര്യം. അതെങ്ങനെ നിറവേറും? അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-ഉം 36-ഉം വാക്യങ്ങൾ, നമ്മുടെ ആത്മധൈര്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്, അതിന് വലിയ വില ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വലിയ പ്രാർത്ഥനയും വലിയ സന്തോഷവും വിശ്വാസവും അല്ലെങ്കിൽ സമർപ്പണവും എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. സഹനശക്തി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹനശക്തി. നമുക്കറിയാം, ദൈവം നമുക്ക് പലവിധ കഴിവുകൾ തന്നിട്ടുണ്ട്. സർവ്വവിധ ദാനങ്ങളാലും ദൈവം നമ്മളെ അലങ്കരിച്ചിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അത് നമ്മളിൽ പൂർണ്ണമാകാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് സഹനശക്തിയാണ്. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ സഹനശക്തി നമുക്ക് ആവശ്യമാണ്. വിശ്വാസമോ സ്നേഹമോ ദയയോ നന്മയോ വിശ്വസ്തതയോ മാത്രം കൊണ്ട് കാര്യമില്ല. കാരണം 1-2 ദിവസം കൊണ്ട് വളർച്ച പ്രാപിക്കുന്ന ഒന്നല്ല ഈ കുഞ്ഞ്. അനേക വർഷങ്ങളെടുത്താണ് വളർച്ച പ്രാപിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ എത്ര സമയമെടുക്കും? ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതമായി മാറാൻ, ആ കുഞ്ഞിൻ്റെ ശീലമായി മാറാൻ എത്രയോ സമയമെടുക്കും. അത്രയും സമയം മുഴുവൻ അവനെ നമ്മൾ വാസ്തവത്തിൽ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സഹിക്കുക കൂടെയാണ്, അല്ലേ? അവനെ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ സഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സംവിധാനം കെട്ടിപ്പടുർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന അന്നു മുതൽ നമ്മുടെ കുടുംബം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മൾ ആരംഭിച്ച അന്നു മുതൽ
എത്രയോ നാളുകളായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് അതെത്തിച്ചേരാൻ വേണ്ടി എന്തെല്ലാം വിധത്തിൽ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ലളിതമായി പറഞ്ഞാൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ സഹനശക്തി ആവശ്യമാണ് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുമ്പം പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തോട് അത് തത്തുല്യമായി തീരാൻ വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹത്തോട് ഒരുപോലെ ആയിത്തീരാൻ വേണ്ടി അതുവരെ നമ്മൾ ഒത്തിരിയേറെ സഹിക്കുന്നു. ഇതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വിപരീതമായ സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ സഹിക്കണം. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം അനേക ആൾക്കാരുടെ പ്രവൃത്തികളുടെ അനന്തരഫലമായി രൂപപ്പെടുന്ന ഒന്നാണ്. ഒരു കുഞ്ഞിൻ്റെ ജന്മം നമ്മൾ നൽകുന്നത് കഴിഞ്ഞാൽ പിന്നീട് ആ കുഞ്ഞ് തൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ അനേക മനുഷ്യരുടെ സ്വാധീനം അതിലുണ്ട്. പല വിധത്തിൽ ആ കുഞ്ഞിൻ്റെ ചിന്ത, ബുദ്ധി, ശക്തി, കഴിവ്, ആരോഗ്യം, ഭാവി ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്നതിലും നിരുത്സാഹപ്പെടുത്തുന്നതിലും അനേകർക്ക് പങ്കാളിത്തമുണ്ട്. ഇതുപോലെ ദൈവം ഒരു മനുഷ്യാത്മാവിനെ, അതായത് എന്നെ വിളിച്ച് മുൻപോട്ട് നയിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകുന്ന വാഗ്ദാനം പ്രാപിക്കാൻ എനിക്ക് അല്പകാലം ദൈവം അനുവദിക്കും. 1-2 ദിവസം കൊണ്ട് അത് നിറവേറില്ല, കുറേയധികം സമയമെടുക്കും. ഒരു വേള വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ചവർക്ക് വലിയ സമയം തന്നെ ചിലപ്പോൾ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ കാരണം ദൈവം അനേക കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുക്കുന്നുണ്ടാവും. ദൈവം വലിയ തോതിൽ അയാളുടെ സമർപ്പണവും ആവശ്യപ്പെടുന്നുണ്ടാവും. ഭൗതിക കാര്യങ്ങൾ ഒരുങ്ങുന്നത് പോലെ തന്നെ ആ വ്യക്തിയുടെ ആധ്യാത്മിക സമർപ്പണവും ഒരുങ്ങേണ്ടതുണ്ട്. ആധ്യാത്മിക സമർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് സ്വതന്ത്രമായ സ്നേഹ സമർപ്പണമാണ് ആവശ്യമായിരിക്കുന്നത്. ഭയത്തിൽ നിന്ന് ദൈവത്തോട് സ്വതന്ത്രമായ സമർപ്പണം നമുക്ക് വേണം. ആ സമർപ്പണം ഭയത്തിൽ നിന്നോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ആകാതെ നിർമ്മലമായ സ്നേഹത്തെ പ്രതിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പോലും സഹായം, ദൈവത്തിൻ്റെ പോലും പ്രേരണ, ദൈവത്തിൻ്റെ പോലും പിന്താങ്ങലില്ലാതെ ഒരു മനുഷ്യൻ സ്വന്തമായി ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് അവനെ നയിക്കും. ദൈവത്തോടൊത്തുള്ള പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെ സമർപ്പണം നമ്മിൽ നിന്ന് പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് പലവിധ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുകയും പരിപൂർണമായി അംഗീകരിച്ച് ഏറ്റുപറയുകയും ചെയ്യണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സമർപ്പണം സ്നേഹത്തിൽ നിന്ന് സ്വതന്ത്രമായി അർപ്പിക്കാൻ കഴിയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളിൽ നിന്ന് പലവിധ ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് സഹനം ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമർപ്പണത്തിൽ പല കാര്യങ്ങളും സഹനമായി തീരുന്നവിടെയാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ മടുത്തു പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമയം ഒത്തിരിയേറെ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മടുത്തു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അബ്രഹാത്തോട് ദൈവം വാഗ്ദാനം പറഞ്ഞപ്പോഴും, യാക്കോബിനോട് വാഗ്ദാനം പറഞ്ഞപ്പോഴും, അവിടുന്ന് ദാവീദിനോട് വാഗ്ദാനം പറഞ്ഞപ്പോഴും ഒക്കെ അവരെല്ലാം ആ വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ അമ്മയായ മറിയത്തോടും അവിടുന്ന് വാഗ്ദാനം പറഞ്ഞപ്പോൾ അവളും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളും നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, നിത്യജീവൻ എന്ന് പറയുന്ന വാഗ്ദാനത്തെ മുൻനിർത്തി വീണ്ടും 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 എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായാലും അപ്പോഴെല്ലാം അതേ വാഗ്ദാനത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അതേ വാഗ്ദാനത്തെ അനുഗമിക്കാനും, അത് ദൈവം, സർവശക്തനായ ദൈവം പറഞ്ഞ വാക്കാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനും, നമ്മുടെ ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നമ്മുടെ കർത്താവിൻ്റെ ശക്തിയാൽ അതിജീവിക്കാനും നമ്മൾക്ക് എപ്പോഴും മനസ്സുകൊണ്ട് ഇടയാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ സഹനശക്തി കൊണ്ട് അവയെ അതിജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഇത് വാഗ്ദാനമാണ്. നാളെ ചെയ്തു തരാം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞാൻ അങ്ങനെ ആക്കി തീർക്കും, നിന്നെ ഞാൻ ഇങ്ങനെ ആക്കി തീർക്കും, നിനക്ക് ഞാനിത് തരും, തരില്ല എന്നൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാഗ്ദാനം. അപ്പോൾ
അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണം നമ്മിൽ പൂർണ്ണമാകുമ്പോൾ നിറവേറുന്ന ഒന്നാണ്. വിശ്വാസത്തിൻ്റെ പരിപൂർണ വിജയത്തിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സഹനം എന്ന് സഹിക്കാനുള്ള ശക്തിയാണ്. വിശ്വാസത്തിന് വേണ്ടി സഹിക്കാൻ നിലനിൽക്കാനുള്ള വരം പരിശുദ്ധാത്മാവിനോട് നമുക്ക് വളരെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ അനുഗമിക്കാൻ ആരെല്ലാം ഉണ്ടായിരുന്നാലും ആരെല്ലാം ഇല്ലാതായാലും നിന്നിൽ എപ്പോഴും ശരണം വെച്ച് നിന്നെ അനുഗമിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ നമ്മുടെ വാഗ്ദാനങ്ങൾ, നാം സിദ്ധിച്ച വാഗ്ദാനങ്ങൾ പ്രതികൂല സാഹചര്യത്തിൽ പോലും ജീവൻ പ്രദാനം ചെയ്യുന്നതായി തീരട്ടെ. കർത്താവ് എല്ലാവർക്കും എല്ലാറ്റിനും മതിയായവനാണെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം കൊണ്ട് എപ്പോഴും ഉറപ്പുള്ള സാക്ഷ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ തീർച്ചയായും ഉയർത്തും.